ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 7 സെൻറ്റ് പ്ലോട്ടിൽ 58 ലക്ഷം രൂപയ്ക്ക് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു അതിമനോഹരമായ വീടാണ്. വീടിൻ്റെ എലിവേഷൻ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എലിവേഷൻ ഭംഗി കൂട്ടാനായിട്ട് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് വർക്കും ഈ ഒരു ഹോൾ വർക്കുമാണ് കേട്ടോ. അതുപോലെ ഇവിടെ സിമെൻറ്റ് ടെക്സ്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഗ്ലാസ് വർക്ക് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. മുകളിൽ ഡ്രസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ വരുന്ന ബാൽക്കണിക്ക് ഹാൻഡ് റെയിലാണ് ചെയ്തിട്ടുള്ളത്. വീടിനോട് ചേർന്ന് തന്നെ ഈ ഒരു സൈഡിലൊക്കെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോമ്പൗണ്ട് വാള് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. പിന്നെ ഇതാ വീടിൻ്റെ നെയിം മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ് കൊടുത്തിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ വൈരംകോട് സ്വദേശികളായിട്ടുള്ള സിറാജ് റുക്സാന ദമ്പതിമാരുടെ വീടാണിത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. ഇടയിലായിട്ട് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്ലാന്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഭാഗം നോക്കാം. സിറ്റ് ഔട്ട് താഴ്ത്തിയിട്ടാണ് വാർത്തിട്ടുള്ളത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് റൗണ്ട് ഷേപ്പിലുള്ള പില്ലറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സൈഡിലൊക്കെ പ്ലാന്റ്സ് വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ക്യൂട്ടൻ്റെ ഇറ്റാലിയൻ ടൈലാണ് കേട്ടോ. ഈ ഒരു സിറ്റ് ഔട്ടിൽ മാറ്റ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സൈഡിലായിട്ടൊരു വുഡൻ ടൈപ്പ് ടൈല് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഹോൾ വർക്കാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന് മാച്ചായ കളറ് ഈ ഒരു സിമെൻറ്റ് ടെക്സ്ചർ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ മെയിൻ ഡോറ് വന്നിട്ടുള്ളത് മഹാഗണി വുഡിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ്. ഈ ഒരു ഹാൻഡിൽ നോക്കിയ വുഡ് കൊണ്ട് തന്നെ ഡി ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു പാസേജ് ഏരിയയിലേക്കാണ്. ഈ ഒരു പാസേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് സ്റ്റെയർ, ബെഡ്റൂം, ഡൈനിങ് എന്നിവ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ കൺസെപ്റ്റിൽ ചെയ്തിട്ട് അതിനകത്ത് GI ലെഗ് കൊടുത്ത് ഒരു പ്ലാന്റ് ബോക്സ് റെഡിയാക്കിയിട്ടുള്ളതാണ്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിവിങ് ഒന്ന് വിശദമായിട്ട് കാണാം. പിന്നെ വീടിൻ്റെ പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് അളവ് പറയാൻ പ്രയാസമുണ്ട് കേട്ടോ. ഏകദേശം 9x9 ആ ഒരു സൈസിലൊക്കെ ആയിരിക്കും ഈ ഒരു ലിവിങ് വരിക കേട്ടോ. ഇവിടെ സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെൽഫോട് കൂടിയിട്ടുള്ള ടീ ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് വന്നിട്ടുണ്ട്. ഈ ഒരു TVയുടെ ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ദാ ഈ ഒരു ടൈപ്പിലുള്ള കർട്ടൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോമൻ ബ്ലിൻസ് ആണ്. ഇപ്പം ഈ ഒരു പ്ലെയിൻ കർട്ടൻ മാറി ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇവിടെ വാളിലായിട്ട് വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പാസേജിൽ നിന്ന് നേരെ കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഹാളിലേക്ക് എത്തുന്നത് കേട്ടോ. കിടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഹാളിലേക്ക് കടക്കുന്ന ഭാഗത്താണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമ്മൾ ഈ പാസേജിലൂടെ നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂമും ഹാളും വരുന്നത്. നേരെ കാണുന്നത് കിച്ചണാണ്. നമ്മൾ ഹാളിലേക്ക് കടന്നു വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കിച്ചണിലേക്കുള്ള ഡോറ്. ഈ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ്. അതുപോലെ പാനൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്.
നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. സെൻറ്റർ പോർഷനിൽ കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട്. അതുപോലെ വാൾപേപ്പറാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കായിട്ട് 2 വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയക്കകത്തായിട്ടാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മൈക്ക ലാമിനേറ്റഡ് ആണ്. സ്ലൈഡിംഗ് ഡോർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂമാണ്. ബ്ലാക്ക് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാള് വിശദമായിട്ട് കാണാം. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു പാഷ്യോ നൽകിയിട്ടുണ്ട്. സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ളൊരു വുഡൻ ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് സ്റ്റെയറും നെക്സ്റ്റ് ബെഡ്റൂമും വരുന്നത്. പാഷ്യോക്ക് നൽകിയിട്ടുള്ള ഡോറ് സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ്. പുറത്തേക്കായിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെയും ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് പ്ലാന്റ്സൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഇരിക്കാനായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ട്രസ് വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഇനി നമ്മൾ നേരെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. സ്റ്റെയറിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ തീമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ചെയർ കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് ആണെങ്കിലും വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലായിട്ട് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്താണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. നമ്മൾ ഡോറ് തുറന്ന് നേരെ ഒരു പാസേജിലേക്കാണ് കയറുന്നത്. ഈ ഒരു പാസേജിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് FRP ആണ് കേട്ടോ. ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹോള് ഈ ഒരു ബാത്റൂമിലേക്ക് വന്നിട്ടുണ്ട്. ബ്രൗൺ ആൻഡ് ആഷ് കളർ തീമിലാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡും അതുപോലെ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ഇതും അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെ മൊത്തം സീലിങ്ങിലും LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കോട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ തന്നെയാണ്. ഇവിടെയും ഹെഡ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ബാത്റൂമിൻ്റെ സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ബെഡിൻ്റെ ഹെഡ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു മിറർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ നോക്കാം. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് വുഡിലും GIയിലും ആണ്. ഇവിടെ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡാണ്. ഹാൻഡ് റെയിലും ഈ ഒരു GI വർക്ക് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടൊരു പീകോക്ക് ഷെയ്ഡാണ് ഇതിന് കളർ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആ ഒരു കളറിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ദാ നമ്മൾ ലാൻഡിങ്ങിലെത്തുമ്പോൾ ഇവിടെ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ എലിവേഷനിൽ കണ്ടിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇനി മുകളിലെത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ ഒരു ഹാള്. ഇവിടെ 2 ബെഡ്റൂമും ബാൽക്കണിയും ഓപ്പൺ ടെറസുമാണ് വരുന്നത്. അപ്പോൾ ദാ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാവുന്നതാണ്. ഇനി ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. പാസേജിൽ നിന്നാണ് ബാത്റൂമിലേക്ക് എൻട്രൻസ് വന്നിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു വാളിൽ സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാത്റൂമും അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ എങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങണമെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ബാത്റൂമിലേക്കുള്ള സാധനങ്ങൾ. അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ ഡിസൈനുകളാണ് ഇതിനകത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വ്യത്യസ്ത കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഓരോ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വാൾപേപ്പർ ഡിസൈനുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സിമ്പിൾ വർക്കുകളാണ്. ഹെവി ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവിടെ ഹെഡ് വാളിലായിട്ട് 2 സിംഗിൾ വിൻഡോ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 2 ഭംഗിയുള്ള ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ബാത്റൂമിൻ്റെ സൈഡിലേക്കായിട്ട് തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് നോർമലായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഇവിടെ ഡൈനിങ്ങിൽ നിന്നുള്ള ഡബിൾ ഹൈറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ GI ഉപയോഗിച്ച് തന്നെയാണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് ബാൽക്കണിയിലേക്കുള്ളതാണ്. ഇവിടെയും ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. മൊറോക്കൻ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. ക്യൂട്ടായിട്ടുള്ള 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇത് കിഡ്സ് ബെഡ്റൂമാണ്. നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ഡിസൈനാണ്. ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ കബോർഡും കോട്ടൊക്കെ വന്നിട്ടുള്ളത്.
ഈ ഒരു ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഫൈബർ ഡോറാണ്. ഇവിടെ 2 സിംഗിൾ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ്. ഒരൊറ്റ സിംഗിൾ വിൻഡോ ആണ് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്നത്. ചെറിയൊരു വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിലായിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഒന്ന് നോക്കാം. ഈ ഒരു ഓപ്പൺ ടെറസിൻ്റെ ഡോറ് വന്നിട്ടുള്ളത് മെറ്റലിലാണ്. വുഡൻ കളറ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും ഫ്ലോറിൽ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂഫിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. കിച്ചൺ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കിച്ചൻ്റെ ഡോറ് സ്ലൈഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വിറകടുപ്പോട് കൂടിയിട്ടുള്ള മോഡുലാർ കിച്ചൺ ആണ്. ഇതിനകത്ത് തന്നെ സ്റ്റോർ റൂം വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, കിച്ചൺ ടൂറായിട്ട്. ഇനി ഇത് വിശദീകരിച്ച് വരുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആകും, അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.